നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. ദിവസം നമ്മൾ വീഡിയോ ഇടായിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ചുമയും ഭയങ്കര കഫക്കെട്ടൊക്കെ ആയിരുന്നു. സംസാരം പോലും റെഡി ആയിട്ടില്ലായിരുന്നു. ഇപ്പോഴും സംസാരമൊക്കെ ഏകദേശം റെഡി ആയില്ല. എന്നാലും ഞാൻ വീഡിയോ ആയിട്ട് എത്തിയതാണ്. എന്തായാലും നിങ്ങളെ വെച്ചമിക്കേണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ എത്തിയതാണ്. ഇപ്പോൾ എല്ലാ ജില്ലയ്ക്കും അവധിയാണ് മഴ കാരണം. പക്ഷേ കൊല്ലം, തിരുവനന്തപുരം കുറച്ച് ജില്ലകളിലൊക്കെ അവധിയില്ല. എറണാകുളത്തൊക്കെ അവധിയാണ് കേട്ടോ. നിങ്ങളുടെ ജില്ല ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഗായ്സ്. ഞാനാണെങ്കിൽ ഡ്രസ്സൊക്കെ രാവിലെ തന്നെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് കാണിച്ചിട്ടാ. അന്നേരം ഒരു മരുന്നൊക്കെ തന്ന് നമ്മുടെ കോൾഡൊക്കെ മാറ്റിയിട്ടാ. അന്നേരം നമുക്കിപ്പം ശരിയായ എഴുത്തൊക്കെ വന്നിട്ടുണ്ട് കേസ്. ഇന്ന് എന്തായാലും നമുക്ക് പരിപാടിയൊന്നും ഇല്ല കേട്ടാ. നമ്മുടെ ഷിൻചാൻ്റെ വണ്ടി ഒന്ന് മേടിക്കണം. പിന്നെ എൻ്റെ ലംബോഗിനി ഒന്ന് മോഡിഫിക്കേഡും ചെയ്യണം ഗായ്സ്. നമുക്ക് നേരെ നമ്മുടെ ലംബോഗിനിയുടെ അടുത്തോട്ട് പോവാട്ടാ കേസ്. ഇതാണ് കേട്ടോ നമ്മുടെ ലംബോഗിനി ഗൈസ്. നമുക്ക് ഈ ലംബോഗിനി കയറി നേരെ നമ്മുടെ ലംബോഗിനി മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോകണം. ഇവിടെ അടുത്ത് മോഡിഫിക്കേഷൻ്റെ ഒരു സെൻറ്ററുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടാ. നമുക്ക് മോഡിഫിക്കേറ്റ് ചെയ്യാൻ പോകണം കേട്ടാ. എനിക്ക് ഭയങ്കര കഫ് ആൻഡ് കോൾഡൊക്കെ ആയിരുന്നു, ഭയങ്കര ചുമയൊക്കെ ആയിരുന്നു ഗായ്സ്. ഛർദ്ദിച്ച് ഞാൻ കുറേ ഛർദ്ദിച്ച് എനിക്ക് അവശനൊക്കെ ആയി ഗായ്സ്. രാവിലെ തൊട്ട് ഛർദ്ദിച്ചായിരുന്നു മെനഞ്ഞാന്നൊക്കെ. പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാ. എന്നിട്ട് നമ്മുടെ എല്ലാം മാറി ഗായ്സ്. കുറച്ചും കൂടെ മാറാറുണ്ട് ഗൈസ്. നമുക്ക് കയറാട്ടെ. ലംബോഗിനി അങ്ങ് വെള്ളത്തിൽ പോയില്ല ഗായ്സ്. ഇനി എന്ത് ചെയ്യും ഗായ്സ്? എനിക്ക് ലംബോഗിനി ഇല്ലല്ലോ ഗായ്സ്. എനിക്ക് വളരെ വിഷമമുണ്ട് ഗായ്സ്. ഞാൻ ഈ വീഡിയോ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു. റെക്കോർഡ് ഇന്നാണ് ചെയ്യുന്നത്. ഇന്നലെയൊക്കെ കോൾഡായിട്ട് റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഇന്ന് എന്തായാലും നമുക്ക് വണ്ടി നേരെ നമുക്ക് ഈ വണ്ടി എടുക്കാം കേട്ടോ. നമ്മുടെ ഷോറൂമിൻ്റെ ഭാഗത്ത് പോയി ഇനി ഷിൻചാൻ്റെ വണ്ടി അങ്ങ് മേടിക്കാം. ആ പരിപാടി അങ്ങ് നടക്കട്ടെ കേട്ടോ ഗൈസ്. എന്തായാലും ഗൈസ് ആ പരിപാടി അങ്ങ് നടക്കട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ എവിടോട്ട് പോകണം? നമ്മുടെ മോസിരി കസ്റ്റംസിലോട്ട് പോകണം. പെട്ടെന്ന് നമുക്ക് നേരെ നമ്മുടെ റിച്ച് കസ്റ്റംസിലോട്ട് വിടാം കേട്ടോ ഗൈസ്. ഞാനാണെങ്കിൽ നേരെ നമ്മുടെ റിച്ച് കസ്റ്റംസിലോട്ട് വണ്ടി വിടുവാണ് ഗൈസ്. ഇവിടെ അടുത്താണ് റിച്ചിൻ്റെ സ്ഥലം ഗൈസ്. എല്ലാവരും ചാനൽ ഒന്ന് ഈ സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ലൈക്ക് അടിക്കണം കേട്ടോ. ബെല്ലൈക്കൺ ഓൾ അമർത്താട്ടാ. നിങ്ങൾ നല്ല സപ്പോർട്ട് ഇപ്പം നമുക്ക് തരുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും ഇതേപോലെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സമയത്ത് നമ്മുടെ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എന്നാലേ എനിക്ക് കറക്റ്റ് സമയത്ത് ഇട്ട് തരാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ ഗൈസ്. നമ്മൾ ഏകദേശം നമ്മുടെ മോസിരി എക്സ്പെൻസീവ് ഷോറൂമിൻ്റെ അടുത്ത് എത്തി ഗൈസ്. ഇതൊരു വർക്ക്ഷോപ്പാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ് ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ വണ്ടി ഇവിടെ എങ്ങനെ പാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇവിടെയായിട്ട് പാർക്ക് ചെയ്ത് വെക്കാം. എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ ഗരേജ് ആണല്ലോ ഗൈസ്. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷിൻചാൻ്റെ വണ്ടി എടുക്കണം കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ അകത്ത് പോയി ഷിൻചാൻ്റെ വണ്ടി അങ്ങോട്ട് എടുക്കാം കേട്ടോ ഗൈസ്. നമുക്ക് നേരെ എടുക്കാം കേട്ടോ നമ്മുടെ ഷിൻചാൻ്റെ വണ്ടി ഗൈസ്. നമ്മുടെ ഈ ബ്രോയാണെങ്കിൽ കുറേ വണ്ടി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷിൻചാൻ്റെ GTR ഗൈസ്. ഇത് ചെറുതായിട്ട് ഒന്ന് എൻജിൻ കംപ്ലൈൻ്റ് ആയാണ് നമ്മൾ കൊടുത്തത് ഗൈസ്. പിന്നെ അതാ ഓപ്പൺ താർ ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. കണ്ടോ നമ്മുടെ ഓപ്പൺ താർ പോലത്തെ ഓപ്പൺ താർ വേറെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇതെന്തായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അവ മോഡിഫൈഡ് ചെയ്ത് വിൽക്കുന്നതാണ് ഗൈസ്. ഇത് കണ്ട ഗൈസ്. എൻ്റെ ലംബോഗിനി വെള്ളത്തിൽ പോയായിരുന്നു ഗൈസ്. എനിക്ക് ഈ ലംബോഗിനി വേണം ഗൈസ്. എന്തായാലും നമുക്ക് ഈ ലംബോഗിനി പോവാം ഗൈസ്. എനിക്ക് ഈ ലംബോഗിനി വളരെ ഇഷ്ടപ്പെട്ട് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും പോവാട്ടാ നമ്മുടെ ലംബോഗിനിയും കൊണ്ട് ഗൈസ്. നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം ഗൈസ്. വീട് കുറച്ച് ദൂരെയായിട്ടാണ് വരുന്നത്. ഇന്നെന്തായാലും ലെങ്തി എപ്പിസോഡാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോകുന്നതൊക്കെ കാണിക്കാട്ടാ ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ലെങ്തി എപ്പിസോഡ് ഇറക്കിയതാണ് കേട്ടോ. ഇത് ഇച്ചിരി ലെങ്ത്ത് കൂടുതലായിരിക്കും നമ്മുടെ സാധാ വീഡിയോയും കാട്ടി. എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിക്കണം ഗൈസ്. നമുക്ക് നേരെ പോവാട്ടോ നമ്മുടെ വീടിൻ്റെ ഡെസ്റ്റിനേഷനിലോട്ട്. നമ്മുടെ വീട് വരുന്നത് വെച്ചാൽ ഏകദേശം ഇച്ചിരി ദൂരെയായിട്ടാണ്. ഈ ഷോറൂമിൽ നിന്ന് ഇച്ചിരി ദൂരമുണ്ട് നമ്മുടെ വീടെത്താൻ ഗൈസ്. നമ്മൾ ഏകദേശം ഡ്രൈവ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ റൂട്ടിൽ എത്താറായിട്ടുണ്ട്. ദോ കാണുന്നു നമ്മുടെ വീട് ഗായ്സ്. നമ്മുടെ തെങ്ങൊക്കെ വെച്ചുള്ള വീട് കാണുന്നു ഗായ്സ്. നമ്മൾ നേരെയല്ല പോകേണ്ട, ഇപ്പുറത്തോട്ട് ലെഫ്റ്റ് എടുക്കണം നമ്മുടെ വീടിൻ്റെ കവാടത്തിലെത്തണമെങ്കിൽ ഗായ്സ്. നമുക്ക് നേരെ വണ്ടി തിരിക്കാട്ടാ എന്നിട്ട് നമ്മുടെ വീടിൻ്റെ കവാടത്തിൻ്റെ ഭാഗത്തോട്ട് പോവാം ഗൈസ്. ഞാൻ എന്തായാലും വണ്ടി തിരിച്ച് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോവുകയാണ്. എന്തായാലും കുളത്തിൽ വീഴാതെ ബ്രേക്ക് പിടിക്കണം ഗൈസ്. ഈ കുളം ഫ്രണ്ടിൽ തന്നെ കുഴിച്ചു വെച്ചത് അബദ്ധമായി. സൈഡിലെങ്ങനെ കുഴിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ദോഷം കൊണ്ടാണ് നമ്മളിവിടെ കുഴിച്ചത് ഗൈസ്. ഇനി എന്തായാലും നേരെ നമുക്ക് വണ്ടി എടുത്ത് അകത്ത് കയറ്റട്ടെ. ആ പരിപാടി
ഗൈസ് നമ്മൾ എന്തായാലും വണ്ടിയാണെങ്കിൽ നേരെ ഇപ്പുറത്തെ ഗരേജിൽ കയറ്റാൻ പോവുകയാണ്. ഗൈസ് ഇവിടെയാണല്ലോ നമ്മുടെ ലംബോഗിനി കിടന്നത്. ഗൈസ് നമ്മൾ ഇവിടെയായിട്ട് പാർക്ക് ചെയ്തിടുന്നുണ്ട്. ഗൈസ് ഇനി നമുക്ക് നേരെ നമ്മുടെ ഷിൻചാൻ്റെ വണ്ടി പോയി എടുക്കാട്ടാ. നമ്മൾ എങ്ങനെ പോകും ഗൈസ്? നടന്നു പോവാം, അല്ലെങ്കിൽ എൻ്റെ താറൊക്കെ കൊണ്ടുപോയി അവിടെ ഇടേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് നമുക്ക് നടന്നു പോവാട്ടാ ഗൈസ്. നമുക്ക് നടന്നു പോയിട്ടെങ്കിൽ കാർ അടിച്ച് മാറ്റാം. ചേട്ടാ ഒന്നിറങ്ങ്, ചേട്ടാ ഒന്നിറങ്ങടാ ചേട്ടാ. അയ്യോ എൻ്റെ വണ്ടി ഗായ്സ്. അവൻ പറയുന്നതാ, അവൻ ഓടി ഗായ്സ്, എൻ്റെ വണ്ടി എന്നൊക്കെ അവൻ പറയുന്നു ഗായ്സ്. എന്തായാലും പോലീസിനെ ഒന്നും വിളിക്കാൻ സാധ്യതയില്ല. ഇവിടെ വണ്ടി മോഷ്ടിച്ചാൽ പോലീസ് പിടിക്കത്തില്ല. ആൾക്കാരെ അടിച്ച് ബോധം കെടുത്തിയാലേ പിടിക്കൂ ഗായ്സ്. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഗായ്സ് നമ്മുടെ ഈ ടെസ്റ്റോട്ടോ സിറ്റി ഗായ്സ്. എന്തായാലും നമുക്ക് നേരെ പോവാട്ടാ പെട്ടെന്ന് തന്നെ ഗായ്സ്. നമ്മൾ വണ്ടിയെടുത്തും പോവുകയാണ് ഗൈസ്. വഴി നിൽക്കുന്നവരൊക്കെ കാണുന്നുണ്ട് ഗൈസ്, കുഴപ്പമില്ല ഗൈസ്. നമ്മളിവിടുത്തെ ഒരു വലിയ ഗ്യാങ്സ്റ്റർ തന്നെയാണ് ഗൈസ്. നമുക്ക് നേരെ പോവാട്ടെ ഷോറൂമിൻ്റെ ഭാഗത്തോട്ട് ഗൈസ്. ഇന്ന് സിറ്റി തിരക്കൊന്നുമില്ല, നല്ല ഡേ തന്നെയാണ് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് വണ്ടി പെട്ടെന്ന് കത്തിച്ച് വിടാം. ഓ വേറെ ഒരു കാറുകാരൻ വന്നേക്കുന്നത്, ഇരട്ടാ പ്രസവിച്ച കാറുകൾ ഗൈസ്. നമുക്ക് ഈ വണ്ടി ഇവിടെ എവിടെങ്ങാണോ വിടാം. വേറെ ഒരുത്തൻ്റെ അല്ല, നമ്മുടെ വണ്ടിയൊന്നും അല്ലല്ല, എവിടെയെങ്കിലും കിടക്കട്ടെ ഗൈസ്. നമുക്ക് നേരെ പോവാട്ടാ ഗൈസ്. നമ്മൾ നേരെ പോവാണ് ഗൈസ്. നമ്മുടെ ഷിൻചാൻ്റെ വണ്ടി നേരെ പോയി എടുക്കാം ഗൈസ്. ഇവിടെ ഒരു ഫെറാറിയൊക്കെ കിടപ്പുണ്ട് ഗൈസ്, കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നേരെ നടക്കാട്ടാ. നമ്മുടെ ബൈക്കൊക്കെ ഇവിടെ ഭദ്രമായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഗൈസ്. ഇതാണ്ട് ഇവിടെ നിസാൻ GTR ഗൈസ്. നമുക്ക് നിസാൻ GTR എടുത്ത് പറപ്പിച്ച് വിടാട്ടാ. നല്ലൊരു അടിപൊളി കാർ തന്നെയാണ് ഗൈസ്. ഫാഷൻ പുലിസിലൊക്കെ ഉള്ള കാർ തന്നെയാണ് ഗൈസ് നിസാൻ GTR ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാ? നിസാൻ GTR ആണോ, ഫെറാറി ആണോ, ലംബോഗിനി ആണോ ഗൈസ്? താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. ലംബോഗിനി ഇഷ്ടപ്പെട്ടവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ നിസാൻ GTR ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു 20 ലൈക്കാണ് ഗൈസ്. എന്തായാലും ഒന്ന് അടിക്കാൻ ശ്രമിക്കണേ മച്ചാമാരെ പ്ലീസ് ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വീഡിയോ തയ്യാറാക്കിയാണ്. എനിക്ക് ചുമയും കോൾഡും ഒക്കെയാണ് ഗൈസ്. എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇറക്കണ്ടേ, അതിനുവേണ്ടി ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യാൻ ഇറങ്ങിയേക്കുവാണ്. എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാനൊക്കെ എനിക്ക് ഭയങ്കര ഛർദിയും പനിയൊക്കെ ആയിരുന്നതാണ് ഗൈസ്. നമുക്ക് പറപ്പിച്ച് വിടാം കേട്ടോ വണ്ടി. ഇനി വെള്ളത്തിൽ പോവുമോ എനിക്കറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും സൂക്ഷിച്ച് കൊണ്ടുപോകണം ഗൈസ്. നമ്മൾ വണ്ടിയാണെങ്കിൽ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. നമുക്ക് ഈ വണ്ടി കൊണ്ട് ഗരേജിൽ കയറ്റാട്ടാ സൂക്ഷിച്ച് ഗൈസ്. നമുക്ക് നേരെ ഗരേജിൽ കയറ്റാട്ടാ ഗൈസ്. അയ്യോ ഗൈസ് വണ്ടി ഇടിച്ചല്ല ഗൈസ്. നമുക്ക് ബാക്ക് എടുക്കാം ഗൈസ്. നമ്മൾ ബാക്ക് എടുത്തിട്ട് നേരെ നമ്മുടെ ഗരേജിലോട്ട് വണ്ടി കയറ്റുവാണ് ഗൈസ്. അമ്മച്ചി ഈ വണ്ടി തട്ടി ഗൈസ്. ഇനി നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് തിരിച്ചെടുക്കാട്ടാ ഗൈസ്. അയ്യോ അമ്മച്ചി ഞാൻ വെള്ളത്തിൽ പോയി ഗൈസ്. ഗായ്സ് ഷിൻചാൻ വന്നാൽ എന്നെ തല്ലിക്കൊല്ലും ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. അവൻ വന്നാൽ എന്നെ തല്ലിക്കൊല്ലും ഗൈസ്. ഞാനാ മേടിച്ചു കൊടുത്തത്, പക്ഷേ അവൻ എന്നെ തല്ലിക്കൊല്ലും ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോവാട്ടാ ഗൈസ്. എന്തായാലും നമുക്ക് ഒന്ന് TV കണ്ടിരിക്കാം. ഷിൻചാൻ വരാൻ കുറച്ച് വൈകും. ഷിൻചാൻ സ്കൂളിലൊക്കെ പോയി കാണും എന്തായാലും ഗൈസ്. നമ്മൾ ടെസ്റ്റ് ഓട്ടോയിലൊക്കെ പഠിത്തമുണ്ട് കേട്ടോ സ്കൂളിലൊക്കെ ഗൈസ്. ഷിൻചാനൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോയി TV കാണാം കേട്ടോ. ബംഗാളി ബാബുക്ക് എന്ത് ചെയ്യുന്നോ ആവോ. ആ ബംഗാളി ബാബു ആണെങ്കിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല ഗൈസ് ഇപ്പം ഗൈസ്. നമുക്ക് എന്തായാലും പോയിരിക്കാം കേട്ടോ, കാണാം TV ഗൈസ്. എന്തായാലും നോക്കട്ടെ കേട്ടോ ഗൈസ്, നോക്കട്ടെ. എന്താണ് ചങ്ങാതി ഇപ്പം തറവാട്ടിൽ, എന്താണ് ചങ്ങാതി ഇപ്പം മലബാറിൽ, എന്താണ് ചങ്ങാതി ഇപ്പം ദുനിയാവിൽ ഗൈസ്. എന്തോ ഫ്ലോട്ടിൻ്റെയൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇത് നമ്മുടെ ചാനലിൽ ഷോർട്ടായിട്ടിട്ട ഫ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും ഇതൊന്നും കണ്ടുപോക്കാൻ മറക്കരുത് കേട്ടോ. നമുക്കിതിരുന്ന് കാണാം ഇവിടെ ഗൈസ്. നമുക്ക് കാണാം എന്താണ് ചങ്ങാതി ഇപ്പം മലബാറിൽ, എന്താണ് ചങ്ങാതി ഇപ്പം നൊടിമാലിൽ. എടാ ഷിൻചാനെ നീ വന്നാ സ്കൂൾ വിട്ട്? എന്തൊക്കെയുണ്ടടാ? ചേട്ടാ എൻ്റെ വണ്ടി എന്തിയേ? ചേച്ചാ എൻ്റെ വണ്ടി എന്തിയേ? എടാ ഷിൻചാനെ വാ വണ്ടി കാണിച്ചു തരാം. ചേച്ചാ എവിടെയാ വണ്ടി? എനിക്ക് കാണാൻ കൊതിയാവുന്നു ചേച്ചാ, പെട്ടെന്ന് വാ ചേച്ചാ കാണാം. എടാ ഷിൻചാനെ വാ, ഇതിലോട്ട് നോക്കി വെള്ളത്തിലോട്ട്, നീ കണ്ട് ബോധം കെടും. വാ നോക്കടാ ഷിൻചാനെ. ഈ വെള്ളത്തിൽ എങ്ങനെ കാറ് വരും? ഇതെന്തോ അന്തർവാഹിനി വല്ലോ മാഞ്ഞോ? നോക്കടാ ഷിൻചാനെ, 2 കാർ എടുക്കുന്നുണ്ടോ വെള്ളത്തിൽ. എൻ്റെ ലംബോഗിനി, നിൻ്റെ നിസാൻ GTR. അഞ്ഞ എന്തിനാ നിങ്ങൾ എന്നോട് ഈ ചതി കാണിച്ചത്? നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഇട്ടാൻ എൻ്റെ വണ്ടിയെ കുറിച്ചിട്ടാവോ? എന്തൊരു പ്രതികാരമാഞ്ഞ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അഞ്ഞ? എനിക്ക് വേറെ വണ്ടി വേണോ അഞ്ഞ? എനിക്ക് വേറെ വണ്ടി വേണം. വാടാ ഷിൻചാനെ വണ്ടി കയറ്. ഓക്കേയാ അഞ്ഞ, പെട്ടെന്ന് വണ്ടി എടുക്കഞ്ഞ, എനിക്ക് വണ്ടി വേണം.
എനിക്ക് വണ്ടി വേണം. വാടാ ചിഞ്ചാനെ, മര്യാദയ്ക്ക് കയറും. അവൻ്റെ ഒരു കൊഞ്ഞാലും പൊന്നായ്മയായിട്ട് ഇറങ്ങിക്കോളും. വാടാ ചിഞ്ചാനെ. എന്നെ വാനക്ക് പറയാതെ ചേട്ടാ, ഞാൻ പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്യും. എടാ ചിഞ്ചാനെ, പണ്ട് നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോൾ ഞാനാ രക്ഷിച്ചേ. എന്നിട്ടാ നീ ഇപ്പോൾ ബീം പറക്കുന്നത്. ഡോറിമോൻ എന്ത് ചെയ്യടാ? ഡോറിമോനാണെങ്കിലേ ഞാൻ ട്യൂഷന് പോയി. ആണോ? ഡോറിമോൻ ട്യൂഷന് പോയോ? വാടാ പെട്ടെന്ന്. നീ എന്താ ട്യൂഷന് പോഞ്ഞ? എനിക്കെന്നെ വണ്ടി കാണാൻ എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് ട്യൂഷന് പോയില്ല. എന്തോ എന്നെ മതിഞ്ഞ്. എന്നാൽ വാടാ ഷിൻചാനെ, നമുക്ക് വണ്ടി എടുക്കാം. ഗായ്സ്, ഷിൻചാൻ ഭയങ്കര കരച്ചില്. ഗായ്സ്, നമുക്ക് എന്തായാലും ആ ഫെറാറി തന്നെ മേടിക്കാം. എൻ്റെ കൂട്ടുകാരനാണ്ട് കുറച്ച് റേറ്റിന് തരുമായിരിക്കും. ഗായ്സ്, എന്തായാലും നമുക്ക് പോവാട്ടാ ഫെറാറിയുടെ അടുത്തോട്ട്. നമുക്ക് എന്തായാലും പോവാം. 50,000 രൂപയ്ക്ക് എങ്ങനെ തരുമായിരിക്കും, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് എങ്കിലും തന്നാൽ മതി. ഗായ്സ്, നമ്മുടെ ഈ 50 ലക്ഷം രൂപയാണ് ആകെ ഉള്ളത്. ഗായ്സ്, 20 വെച്ച് അവന് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ അവൻ കൊല്ലും. ഗായ്സ്, ജീവനല്ലേ വലുത്, പൈസയല്ലല്ലോ. ഗായ്സ്, നമുക്ക് എന്തായാലും പോവാം. വാടാ ചിഞ്ചാൻ, ഇറങ്ങി വാ. കേറ്റാൻ ഇറങ്ങി വരുവാ. ഞാൻ കുഞ്ഞാവേ അല്ല, അതുകൊണ്ട് എനിക്ക് നടക്കാൻ കുറച്ച് പാടാ. എൻ്റെ കാല് കുഞ്ഞിക്കാലല്ലേ. വാടാ ചിഞ്ചാനെ, വെറുതെ അഭിനയിക്കാ പ്രാന്ത. എടാ ചിഞ്ചാനെ, ഈ കാറാ നിനക്കുള്ള. വാ കേറാ ഫെറാറിയില്. എന്തുവാടാ ചിഞ്ചാനെ? എനിക്ക് ഈ വണ്ടി വേണ്ട കൊല്ലാത്ത വണ്ടി. എന്നാ ഞാൻ പൊട്ടിച്ചോളെ. വേണ്ട വാ കയറാം. എനിക്ക് ഈ വണ്ടി തന്നെ മതി വാ കയറാം. ഞാൻ കയറി, നീ കയറ്. ഭയങ്കര പ്രാന്തടിക്കാതെ. എനിക്ക് എൻ്റെ തല മുറ്റി. നീ വണ്ടി കയറാൻ പാടഞ്ഞ. എന്തൊരു കച്ചവാ ഈ വണ്ടി കയറാൻ. പിന്നെ അങ്ങനെ നീ നിസാൻ GTR കയറുവാടാ പട്ടി ചിഞ്ചാനെ, വല്ല കുട്ടാൻ ചിഞ്ചാനെ. കഷ്ടമാണ് ചിഞ്ചാനെ, ഒന്ന് കയറാ ചിഞ്ചാനെ. എനിക്ക് കയറാൻ വയ്യ ഞാൻ ഒരു പാവമല്ലേ എന്നാ വാ കയറാ ചിഞ്ചാമാവേ. എന്തു മോനെ ഇങ്ങനെ കളിക്കുന്ന? ഞാൻ ഇപ്പൊ കയറാ. ബ്ലാക്ക് മാൻ 1 2 3, ബ്ലാക്ക് മാൻ 1 2 3, 19 സാറ്റേ 1 2 10 സാറ്റേ. എടാ ചിഞ്ചാൻ ഇങ്ങോട്ട് വാ, സാറ്റും മുട്ടും കളിക്കാതെ. അവൻ്റെ ഒരു സാറ്റും മുട്ടും. ഇനി നിനക്ക് ഇപ്പം കാണിച്ചു തരാടാ കളി അണ്ണൻ്റെ. അണ്ണന്താ ഇപ്പം കാണിച്ചു തരാടാ ഷിൻചാനെ. നീ നിനക്ക് ഭയങ്കര കുരുത്തക്കേടാ. നിന്നെ ഇപ്പോൾ ബാറ്റ് വെച്ച് ഞാൻ അടിക്കാം. എടാ ഷിൻചാനെ, നിനക്കൊന്ന് കുരുത്തക്കേട് കൂടി കൂടി വരും. അയ്യോ എന്നെ തല്ലല്ലേ. അയ്യോ വാവേ തല്ലല്ലേ. അയ്യോ ഗായ്സ്, നമ്മൾ ഷിൻചാനെ തല്ലി. ഗായ്സ്, അയ്യോ പോലീസ് വരുന്നു. ഗായ്സ്, പോലീസുകാർ വെച്ച് ഷിൻചാൻ മരിച്ചെന്ന്. ഗായ്സ്, അയ്യോ ഗായ്സ്, പോലീസ്. ഗായ്സ്, എന്ത് ചെയ്യും ഗായ്സ്? എനിക്ക് അവഞ്ചർ വാച്ച് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഒരു അവഞ്ചറായി മാറാൻ പോവുകയാ. എന്താണ്, നേരെ വണ്ടി കത്തിച്ചു വിട്ടിട്ട് പെട്ടെന്നൊരു അവഞ്ചറായി മാറട്ടെ. ഓ ഹോ ഹോ, ഗണ്ണ് വെച്ച് വെടി വെക്കട്ടെ. 1 2 1 2 1 2. അവഞ്ചർ വില്ലൻ 1 2 1 2. താനോസ് അവഞ്ചർ വില്ലൻ. താനോസ്. ഗൈസ്, അങ്ങനെ പറയണം കുറച്ചു നേരം വെടി വെച്ച്. താനോസ് ആവട്ടെ സാനോസ്. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റാനോസ് ആയി മാറി. ഗൈസ്, താനോസ്. ഗൈസ്, എനിക്ക് കഫ് ആയതുകൊണ്ടാണ് ഗൈസ് താനോസ് എന്ന് ഇപ്പം തന്നോസ് എന്നൊക്കെ ആയിപ്പോയത്. നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, നമുക്ക് ഇവനെ ഇരിക്കേടാ. എന്താടാ ചങ്ങാതി ഇപ്പം ദുനിയാവില്? എന്താടാ ചങ്ങാടി ഇപ്പം തറവാട്ടിലെടാ ബാറ്റൊക്കെ എടുക്കുന്നോടാ. നീ ഒന്നും കണ്ണൂരിലെ ഗുണ്ടയാ. പോടാ. ഗായ്സ്, നമ്മൾ അവനേതാ ഇടിച്ചിട്ടിട്ടുണ്ട്. ഗായ്സ്, ഇനി നമുക്ക് നേരെ ഗണ്ണെടുത്ത് ഇവരെയൊക്കെ കൊല്ലാം. ഗായ്സ്, ദോ വരുന്ന ഏമാമാരെ വാ ഏമാമാരെ. ഇപ്പം നിങ്ങൾക്കിട്ടുള്ള പണിയാണ് ചേട്ടോ. ഞാനേ താനോസാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളല്ല. താനോസ് എന്ന് വെച്ചാൽ താനോസ് അല്ലടാ, ഫ്ലവർ അല്ലടാ, ഫയറാടാ. നിൻ്റെയൊക്കെ കളി ഇന്നത്തോടെ കഴിയൂടാ. നീയൊക്കെ താനോസിനോടാണോടാ നിൻ്റെയൊക്കെ കളി? എടാ, താനോസിനോട് നിൻ്റെ കളി വേണോടാ പോലീസേ? എന്തിരി പോലീസാടാ? നീയൊക്കെ പോലീസാണോടാ? ബാറ്റും കൊണ്ട് ഇറങ്ങിക്കോളൂ. അവൻ്റെയൊക്കെ ഒരു ഉണക്ക ബാറ്റ്. പോടാ. എൻ്റെ കയ്യിരിക്കുന്ന ബാറ്റാടാ ഏറ്റവും വലുത്. ഞാൻ എൻ്റെ തന്ത്രസഫ് പോലും ചെയ്താൽ നീയൊക്കെ അപ്രത്യക്ഷമായി ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവിടെ പ്രാന്ത. ഗായ്സ്, എൻ്റെ തൊണ്ട ഇപ്പോൾ ചുമ്മാ അടഞ്ഞിട്ടുണ്ട്. ഗായ്സ്, നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ഒരു വട്ടം കൂടെ പോയി ഛർദ്ദിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഗൈസ്, അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അണ്ണനെ. ഗൈസ്, നമുക്ക് നേരെ എല്ലാവരും വെടി വെക്കാം കേട്ടോ. ഗൈസ്, കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഗൈസ്, ഭയങ്കര ശല്യമാണ് ഗൈസ് ഓമാരെയൊക്കെ കൊണ്ട്. ഗൈസ്, ദാ ഇവിടെ ഒരു പോലീസുകാരൻ വരുന്നു.
അവൻ്റെയൊക്കെ ഒരു പ്രാന്ത്. എടാ നിൻ്റെയൊക്കെ മിക്സൈൽ വെച്ച് ഇപ്പോൾ അടിക്കോടാ. എൻ്റെ പേര് താനോസ് എന്നാണ്. നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ലടാ ഞാനെന്ന് വെച്ചാൽ പവറാടാ. ഗായ്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. ഗായ്സ് നമ്മൾ താനോസിന് എസ്കേപ്പ് ഇടാൻ പറ്റുന്നില്ല ഗായ്സ്. എനിക്ക് തണ്ടർ സ്റ്റെപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. ഇതേതോ കള്ള വാച്ചാണ് നമ്മുടെ ഏരിയൻ തന്നത് ഗായ്സ്. ഓടിക്കോ ഗായ്സ്, വെള്ളത്തിൽ മുങ്ങിപ്പൊക്കോ ഗായ്സ്. നമുക്ക് നേരെ നീന്താം ഗായ്സ്. അയ്യോ ഗായ്സ്, പോലീസുകാരന്മാരെന്നെ ഫയർ ചെയ്യുന്നേ. അയ്യോ ഗായ്സ്, ഓടിക്കോ ഗായ്സ്. കണ്ടോ ബബിളൊക്കെ വരുന്ന ഗായ്സ്. നമുക്ക് ഓടാം, പെട്ടെന്ന് തന്നെ നീന്താട്ടാ ഗൈസ്. നമ്മൾ നീന്തി പോവുകയാണ് ഗൈസ്. എങ്ങനെങ്കിലും പോലീസിൽ നിന്ന് എസ്കേപ്പ് ഇട്ടേ പറ്റൂ. ഇപ്പം സ്റ്റാറൊക്കെ പയ്യെ കുറഞ്ഞു വരുന്നുണ്ട് ഗായ്സ്. നമുക്ക് എന്തായാലും നീന്തിക്കൊണ്ടുപോയി ഇരിക്കാം, അല്ലെങ്കിൽ പോലീസുകാരന്മാർ വന്ന് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഗായ്സ്. എന്തായാലും ഗായ്സ് നമുക്ക് എന്തായാലും നേരെ പോവാട്ടാ പെട്ടെന്ന് തന്നെ ഗൈസ്. നമ്മളെന്തായാലും നേരെ നമ്മുടെ വണ്ടി കൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് വിടുന്നുണ്ട് കേട്ടാ ഗൈസ്. നമ്മൾ ഏകദേശം സ്പീഡിലൊക്കെ വണ്ടിയെ കൊണ്ട് വിടുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് നീന്തി പോവാട്ടാ പെട്ടെന്ന് തന്നെ ഗൈസ്. ഞാനാണെങ്കിൽ നീന്തി നേരെ പോവുകയാണ് എന്തായാലും ഗൈസ്. നീന്തി പെട്ടെന്ന് നമുക്ക് കരയ്ക്കെത്തണം ഗായ്സ്. എന്നാലേ പരിപാടി ഇറക്കുകയുള്ളൂ ഗായ്സ്. പോലീസുകാരെ കൊണ്ടോന്ന് അറിയത്തില്ല ഗായ്സ്. ഇപ്പം സ്റ്റാറൊക്കെ ഏകദേശം പോയി. എന്നാലും ചിലപ്പോൾ പോലീസുകാർ കളിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ ഗായ്സ്. അല്ലെങ്കിൽ ബൈ.